നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ടോൾ ബൂത്തുകളും ടോൾ പ്ലാസകളും ഒക്കെ. മാത്രമല്ല ഇപ്പോൾ എല്ലാ ടോൾ പ്ലാസകളിലും ഫാസ്ടാഗും ആക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ഈ ഫാസ്ടാഗിനകത്ത് പണമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പായിരിക്കും അയ്യോ ഫാസ്ടാഗിൽ ക്യാഷ് ഇട്ടില്ല എന്ന് മനസ്സിലാകൊണ്ട് അപ്പം തന്നെ റീചാർജ് ചെയ്യും. പക്ഷേ പുതിയ തത്വത്തിൽ മൊത്തം പ്രശ്നമാണ്. ഫാസ്ടാഗിൽ ഒരു 1.5 മണിക്കൂർ മുമ്പെങ്കിലും മിനിമം നിങ്ങൾ റീചാർജ് ചെയ്തില്ലെങ്കിൽ അത് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുകയും നിങ്ങൾ ടോൾ ബൂത്തിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ റിഫ്ലക്റ്റ് ആകുകയുമില്ല. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഇരട്ടി കാശ് അടയ്ക്കേണ്ടി വരും. അതായത് നിങ്ങൾ ഫാസ്ടാഗിൽ പണം നിങ്ങൾ അടച്ചു, അതിൻ്റെ റെസിപ്റ്റൊക്കെ നിങ്ങൾക്ക് കിട്ടും, പക്ഷേ നിങ്ങളുടെ ഫാസ്ടാഗിൻ്റെ ഒരു ആപ്പിൽ അത് റിഫ്ലക്റ്റ് ആകുകയില്ല. അതുകൊണ്ട് തന്നെ ടോൾ പ്ലാസയിലെ ആ സിസ്റ്റത്തിലും അത് റിഫ്ലക്റ്റ് ആകുകയില്ല. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ കാശ് അടച്ചിട്ടും കാര്യമില്ലാണ്ട് വരും. അപ്പോൾ നിങ്ങൾ ഇരട്ടി കാശ് അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ 100 രൂപയാണെങ്കിൽ 200 രൂപ നിങ്ങൾ ഫൈനായിട്ട് കൊടുത്തുകൊണ്ട് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് എപ്പോഴും ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഫാസ്ടാഗിനകത്ത് ആവശ്യമുള്ള പണമുണ്ട്, ഓട്ടോ റിന്യൂവൽ എന്ന ഓപ്ഷനൊക്കെ ഉണ്ട്, അത് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ 500 രൂപയിൽ താഴെ അതിനകത്തുള്ള പണം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോ റിന്യൂവൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് ചെയ്തു വെച്ചേക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. കാരണം നമ്മളെ പിഴിയാൻ വേണ്ടി ഇരിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം ഒക്കെ. അപ്പോൾ എവിടെ പണം കിട്ടുന്നോ അതൊക്കെ അടിച്ചു മാറ്റുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് മറക്കണ്ട, ഫാസ്ടാഗ് നിങ്ങൾ ഒരു മിനിമം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറുമെങ്കിലും റീചാർജ് ചെയ്തെങ്കിൽ മാത്രമേ അത് ഫാസ്ടാഗിൻ്റെ സിസ്റ്റത്തിൽ റിഫ്ലക്റ്റ് ആകുകയുള്ളൂ, ഫൈൻ ഒഴിവാകുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക.